Okay, ladies and gentlemen, let us start off with respiration. Tomorrow you will be having a exam on respiration, full topic. Okay, today we are going to complete respiration. But respiration ka matlab kya hai? Kaine dosta nammal parnu respiration nu parayna endha artham? Respiration nu parayna kashtapettu കഴിക്കണ ബിരിയാണിയിൽ നിന്ന് നമുക്ക് എനർജി വേണം. അപ്പൊ ബിരിയാണിനെ ആദ്യം നമ്മൾ എന്താക്കി? കാർബോഹൈഡ്രേറ്റ് ആണ് ബിരിയാണി എന്ന് പറയുന്നത്, ഫുഡ് എന്ന് പറയുന്നത്. ആ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ഷുഗർ ആക്കി. ഷുഗർ എങ്ങനെയാണ് ആക്കിയത്? ബൈ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ആൻഡ് ആഫ്റ്റർ വിച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും അതിനെ അബ്സോർബ് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബില്ലൈൻസ് നമ്മൾ അബ്സോർബ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ വിച്ച് ഇറ്റ് ഇസ് ടേക്കൺ ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡിൽ നിന്നും എങ്ങടേക്കാ പോണേ? ബ്ലഡിൽ നിന്നും എല്ലാ ഭാഗത്തേക്കും പോകും. നീലാഞ്ജനയുടെ തലയിലും പോവും, നീലാഞ്ജനയുടെ കയ്യിലും പോവും, ശ്രീലക്ഷ്മിയുടെ എവിടെ കാലിന്റെ അറ്റത്തും പോവും. അങ്ങനെ എല്ലാ സെല്ലുകളിലേക്കും പോകും അല്ലെ. എന്ത് പോവും? ഷുഗർ പോവും. അപ്പൊ സെല്ലില് ഷുഗർ കേറി. ഓൾറൈറ്റ്. പക്ഷെ ഷുഗർ കേറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഷുഗറിൽ നിന്നും എനർജി റിലീസ് ചെയ്യണം. ഈ പ്രോസസ്സിനെയാണ് നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. We have already seen all these things. Now respiration is the big umbrella, okay, under which there are two things. Okay, this is the big umbrella. Okay, I'm going to draw an umbrella. This is a big umbrella under which there are two things. എന്തൊക്കെയാണുള്ളത്? ബ്രീത്തിങ് ഉണ്ട്, സെല്ലുലർ റെസ്പിറേഷൻ ഉണ്ട്. Now what is meant by breathing? Breathing എന്ന് പറയുന്നത് what we say as നമ്മൾ normally പറയില്ലേ, breathe in, breathe out ചെയ്യുക. That is the thing. That is taking in oxygen from the air and releasing carbon dioxide. Okay, ഈ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയാം. ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത് പ്യോർലി ഫിസിക്കൽ ആയിട്ടുള്ള സാധനമാണ്. അത്രയ്ക്ക് ബയോ കെമിക്കൽ എൻസൈംസ് അത് ഇതെന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അത്രയ്ക്ക് ഇൻവോൾവ് അല്ല. അതേസമയം സെല്ലുലർ റെസ്പിറേഷൻ ആണ് ആക്ച്വൽ പ്രോസസ് which is happening in every cell, almost every cell. അതെന്താ സംഭവിക്കണേ? എനർജി ഈസ് ഗോയിങ് ടു റിലീസ് ഫ്രം ഫുഡിൽ നിന്നും എനർജി വേണം. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇറ്റ് ഇസ് ലൈക്ക് എ സമ്മറി ഓഫ് ദ പ്രീവിയസ് ക്ലാസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. അപ്പൊ ഫുഡിൽ നിന്നും, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫുഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യണമെങ്കിൽ ഫ്രം എനി സബ്സ്റ്റൻസ് ഇഫ് യു വാണ്ട് ടു റിലീസ് എനർജി, ഫുഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മേക്ക് ഇറ്റ് റിയാക്ട് വിത്ത് ഓക്സിജൻ. അങ്ങനെയാണെങ്കിലാണ് എനർജി റിലീസ് ആവുന്നത്. കൂട്ടത്തില് ബൈ പ്രോഡക്റ്റ് ആയിട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് വെൽ ആസ് വാട്ടർ. ആൻഡ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് going to enter, go back to your lungs. ലങ്സിലേക്ക് പോകും. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഗോയിങ് ടു ഗോ ബാക്ക് ടു യുവർ ലങ്സ് ത്രൂ ബ്ലഡിൽ കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഗോയിങ് ടു എൻറ്റർ ഇൻ ടു ദ ബ്ലഡ് ആൻഡ് it is going to enter into the lungs. ലങ്സിലെ എക്സലേഷൻ വഴി ബ്രീത്ത് ഔട്ടിന് എന്താ പറയാ? എക്സലേഷൻ. Breathe out ചെയ്യുമ്പോഴത്തേക്കും carbon dioxide is eliminated. A bit of water is of course going to be eliminated. Water is going to be retained in the body. ആവശ്യമുള്ള വെള്ളം നമ്മൾ റീറ്റെയിൻ ചെയ്യും. ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ യൂറിൻ വഴി പുറത്തേക്ക് പോകും. മേജർ excretion of water is going to happen through urine. Alright. Now coming to energy release ചെയ്തു. ഈ എനർജിയുടെ കഥ എന്താ? Energy is going to be stored as ATP. Okay. എനർജി നമുക്ക് കുറെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ അപ്പൊ പോയിട്ട് ഓടാൻ, ഈ എനർജി എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടാനൊന്നും പോവില്ല. ഈ എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. ആസ് ആൻഡ് വെൻ റിക്വയർഡ് യു ആർ ഗോയിങ് ടു യൂസ് ദിസ് എനർജി. ഇതിന്റെ ഫുൾ ഫോം ഇസ് വെരി ഇമ്പോർട്ടന്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ATPയുടെ ഫുൾ ഫോം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓൾറൈറ്റ്. എന്നിട്ട് എന്താ സംഭവിക്കുക? അപ്പൊ നമ്മൾ ഇനി വീണ്ടും ടു ദ ബിഗിനിങ്. ബ്രീത്തിങ് എന്താണ്? ബ്രീത്തിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോസസ് ആണ്. അതേസമയം റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? റെസ്പിറേഷൻ ഇസ് ഗോയിങ് ടു ബി എ ബയോകെമിക്കൽ പ്രോസസ്. ബിക്കോസ് റിയാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഒരു സെല്ലിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷുഗറും ഓക്സിജനും കൂടിയിട്ട് റിയാക്ട് ചെയ്യുന്ന ലോട്ട് ഓഫ് ബയോകെമിക്കൽസ് ആർ ഗോയിങ് ടു ബി ഇൻവോൾവ്. കുറേ ബയോകെമിക്കൽസ് ആർ ഗോയിങ് ടു ബി. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ബയോകെമിക്കൽ പ്രോസസ്. Respiration. All right. So we are going to study, we have already studied respiration. Just revise it. But then today what we are going to study is we are going to study the mechanism of breathing. All right. Now breathing is going to involve your lungs. Lungs in the parent evidence ribcage in the ulli. We are going to see that. Breathing a lungs ilana nadakka sadharana. Adhe samayam as far as humans are concerned, അല്ലെങ്കിൽ terrestrial organisms, കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള terrestrial organisms lungs ഉണ്ട്. ലങ്സ് വഴിയാണ് ബ്രീത്തിങ് നടക്കുക. There are many ways in which breathing can happen. കേട്ടോ, പല വഴികളിൽ കൂടിയിട്ട് ബ്രീത്തിങ് ഓർഗാനിസത്തിൽ നടക്കും. But then as far as we are concerned, we are going to use our lungs in order to breathe in and out. Okay. അതേസമയം റെസ്പിറേഷൻ എവിടെയാണ് നടക്കുക? സെല്ലിന്റെ അകത്ത്. പക്ഷെ നിങ്ങൾ വലിയ കുട്ടികളായി
സെല്ലിന്റെ അകത്ത് കുറെ ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സെല്ലിന്റെ അകത്ത് ഏതിലാ നടക്കുക? സെല്ലിന്റെ അകത്ത് മൈറ്റോകോൺഡ്രിയ. This is in the shape of a sausage. Mitochondria ആണ് നടക്കുക. So that is why see mitochondria helps in the release of energy. Mitochondria is involved in the production of ATP. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, mitochondria is known as the energy house of the cell. That is why mitochondria is known as the energy house of the cell. മനസ്സിലായ കുട്ടികളെ? 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചേക്കണം സാർ. So here food is going to be actually mitochondrial ആണ്. Food actually oxidize ആവും. Food എവിടെയാണ് ഓക്സിഡൈസ് ആണ്? mitochondrial ആണ് food oxidize ആവുന്നത്. ഓക്സിഡൈസ് ആയിട്ട് എനർജി ആണ് റിലീസ് ആവും. All these things നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. Now ഈ respiration നടക്കുമ്പോൾ, respiration as we already told, it is a chemical, bio and chemical process. ശരീരത്തിലുള്ള ബയോകെമിക്കൽ കുറേ enzymes വേണം. See, nothing inside your body is going to ഒരു റിയാക്ഷനും okay, catalysis പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? Catalysis അറിയാമോ? Do you guys know? Okay, it always catalyst അറിയോ കുട്ടികളെ? Yes ആണ്, no ആണ്, എന്തെങ്കിലും പറയുമോ? You don't know what catalyst is, so we are not going to deal with that. So every chemical reaction which is happening in your body takes help of a lot of chemicals. Okay, enzymes എന്ന് പറയുന്ന ചേട്ടന്മാരാണ് ഹെൽപ്പ് ചെയ്യണം. So ഈ enzymes നിങ്ങൾക്ക് അറിയാം. enzymes നമ്മൾ പഠിച്ചേക്കണ enzymes ആരാ? നമ്മൾ പഠിച്ചേക്കണ enzymes ആരാ ladies and gentlemen? ഹലോ, enzymes ആരെയൊക്കെ പഠിച്ചിട്ടുണ്ട്? ആരാണ് അവിടെ വീട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടാവണേ? ആ കേട്ടോട്ടെ, അതിലാണോ? ആരത്? അതിൽ. ഓക്കെ, ശരി. അന്ന് നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ എൻസൈംസ്. പിള്ളേര് ഇങ്ങനെ ചെയ്യല്ലേ? എൻസൈംസ് ആരെയാ നിങ്ങക്ക് അറിയാവുന്നേ? നമുക്കറിയാവുന്ന എൻസൈംസ് ആരാ? പറയടാ കുട്ടികളെ. salivary amylase. salivary amylase. വേറെ ആരുണ്ട്? ലച്ചു പറയല്ലേ? വേറെ ആരെങ്കിലും പറയേ? salivary amylase ഒരു എൻസൈം ആണ്. വേറെ ആരല്ലേ? എന്റെ അമ്മീ, പറയടാ പിള്ളേരെ. ഓരോ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രസംഗിച്ചിട്ട്. വെരി ഗുഡ്. പാൻക്രിയാറ്റിക് അമിലേസ്. വേറെ പെപ്സിൻ, അതേപോലെ ട്രിപ്സിൻ, ഇതെല്ലാം എൻസൈംസ് ആണ്. ഇതേപോലെ these things are going to help you in various kind of reactions. അതേപോലെ തന്നെ റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ ടൈപ്പ് ഓഫ് എൻസൈംസ് ഉണ്ട്. കാർബോണിക് അൺഹൈഡ്രേസ്, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ lot of enzymes are going to be carbonic anhydrase alla. No. Lipase on the respiration involved alla. There are quite a few. Yeah, carbonic anhydrase is involved. Carbon dioxide elimination of the respiration involved. So respiration in the parayna, this is going to be facilitated by a lot of enzymes nammal parnu, but then breathing athrik enzymes are involved alla. Now respiration, if you see, this is opposite to carbon dioxide. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇതെല്ലാം റിവിഷൻ ആണ്. ഓൾറൈറ്റ്. അപ്പൊ അതെന്തത്? ഫോട്ടോസിന്തസിസില് എന്താ എടുക്കുക? നമ്മള് ഫോട്ടോസിന്തസിസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുത്തു? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുത്തു. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ taken in and oxygen is released. Okay, adinekkalum energy is absorbed. Now product endana? Product ennu parayunnathu glucose aanu. Product is a glucose. Now what about respiration, ladies and gentlemen? Respiration le tirichana endha sambhavikka? Carbon dioxide, water released, oxygen is taken in, energy is released, absorbed alla, energy is released. Now what is the raw material? Glucose ആണ് raw material ആയിട്ട് എടുക്കണം. അതുകൊണ്ട് we can say that photosynthesis and respiration are kind of opposites എന്ന് നമുക്ക് പറയാം. Now there are two types of respiration. Energy is released, of course. Respiration energy. Then that Ramayana മുഴുവൻ കേട്ടിട്ട് ബ്രൂസ് ലീ ആരാന്ന് ചോദിക്കണേ? Of course, energy is released in respiration. അല്ലേ? അതിനാണല്ലോ റെസ്പിറേഷൻ ചെയ്യണേ. ഓക്കെ, മനസ്സിലായോ? ഹലോ പോയോ? Yes ma'am. All right. Okay.
ഓക്കെ. ആരാണോ ഒരാൾ ലീവായി പോയത്? ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ ലീവ്. ഹലോ 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 ഹലോ, ആരത് ഹലോ പറഞ്ഞോണ്ടിരിക്കണേ? ഹലോ. എന്റെ സിദ്ധു മൈക്ക് ടെസ്റ്റ് ചെയ്തത്. സോറി, മൈക്ക് ടെസ്റ്റ് ചെയ്തതാണല്ലേ ഇത്രയും പേരുള്ള ക്ലാസ്സില്? മാം മൈക്ക് വർക്കാവുന്നില്ല, അപ്പൊ ഞാൻ ഹലോ വിളിച്ചു നോക്കിയത്. ഹലോ എന്ന് വിളിച്ചു നോക്കിയത്. ഓക്കെ, വർക്കൗട്ട് കേട്ടാ. അപ്പൊ ഇനി കമ്മിങ് ടു ഇതൊക്കെ ഉണ്ടല്ലോ സിദ്ധു, ഒരു സന്തോഷ വാർത്ത പറഞ്ഞോട്ടെ, ഇതൊക്കെ റെക്കോർഡഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ റിവിഷൻ കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെ സിദ്ധുവിന്റെ ശബ്ദമൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നതാണ്. അപ്പൊ നൗ കമ്മിങ് ടു ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്, അനഎയറോബിക് റെസ്പിറേഷൻ ഉണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയറോബിക് റെസ്പിറേഷൻ ഇസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പൊട്ടിത്തെറിക്കുന്നതല്ല, എനർജി റിലീസ് ചെയ്യിപ്പിക്കുന്നത് തന്നെയാണ് നമ്മളെ എയറോബിക് റെസ്പിറേഷൻ പറയും. മറ്റേത് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഗതികേട് കൊണ്ടാണ് അനഎയറോബിക് റെസ്പിറേഷൻ ആൾക്കാർ പോണേ. ഓക്സിജൻ ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് ഓക്സിജന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എനർജി റിലീസ് ചെയ്യുള്ളൂ. ഗതികേട് ആർക്കൊക്കെയാ വരിക? 2-3 ആൾക്കാർക്ക് വരുന്നത് നമ്മൾ പറഞ്ഞൂല്ലേ? നമുക്ക് നോക്കാം, ഒന്നും കൂടി നോക്കാം. So aerobic respiration il nokia complete breakdown of food is going to happen, and kore energy produces a lot of energy, and byproduct aayittu namukku carbon dioxide and water kedakkum kodinekla. Adhe samayam anaerobic respiration partially athrakku sheshiyilla, ഗതികേട് കൊണ്ട് മസിൽസ് ഒക്കെ ചെയ്യുന്നതാണ് അനേറോബിക് റെസ്പിറേഷൻ. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അപ്പത്തിനിടുന്ന ഈസ്റ്റ് ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എഥനോൾ, വിച്ച് ഇസ് ദ കള്ള്, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അതുകൊണ്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് കാരണമാണ് മാവ് പൊങ്ങി വരുന്നത്. ഡോ ഈസ് ഗോയിങ് ടു കം അപ്പ്. Your bread in the dough is going to come up because of the carbon dioxide which is produced. ഇനി അതേ സമയം അനേറോബിക് റെസ്പിറേഷൻ 2 പേരുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, വിച്ച് ഇസ് ഒരെണ്ണം ഈസ്റ്റിന്റെ കാര്യം, അടുത്തത് മസിൽ സെൽസിന്റെ കാര്യം. ഓക്കെ, ഇത് മറക്കാൻ പാടില്ല. ദിസ് ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് റിലേറ്റഡ് എങ്ങനെ പോയാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഡെസ്പറേറ്റ് സിറ്റുവേഷനിലാണ് മസിൽസിലൊക്കെ നടക്കുക. Ideally, when you run, you require a lot of energy in the muscle cells. Ideally, you require a lot. സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ കുറേ ഓക്സിജൻ ഐഡിയലി വേണം. അപ്പൊ ആവശ്യത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെസ്പറേറ്റ് ഫോർ എനർജി ദേ ടേക്കൻ അനേറോബിക് റെസ്പിറേഷൻ. കുറച്ച് എനർജി കിട്ടിയ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് ലെസ് എമൗണ്ട് ഓഫ് എനർജി ആണെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ദേ ഗോ ഇൻ ഫോർ ദ അനേറോബിക് റെസ്പിറേഷൻ. But as a result of anaerobic respiration in muscle cells, please understand, animals എവിടെയാ ഇത് നടക്കുക? മസിൽ സെൽസിലാണ് നടക്കുക. മസിൽ സെൽസിൽ ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. Lactic acid is going to create cracks. This is very poisonous if it is present in the muscle cells. Adhe samayam yeast inde product endane? It is ethanol and carbon dioxide. Adu markkan paadilla. Okay, now coming to veendum nammal idhe sana kayina ദിവസം കണ്ടതാണ്. Just revising because it is a very important topic. Now coming again, aerobic respiration, anaerobic respiration. The first എന്താ നടക്കുക? ഗ്ലൂക്കോസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്? C6H12O6. C6H12O6, C6H12O6 കുറെ തവണ നമ്മൾ പറഞ്ഞ C6H12O6 ആദ്യം ദിസ് ഇസ് എ സെൽ എന്ന് വിചാരിച്ചോ. നമ്മുടെ ബ്ലഡ് ഇവിടെ ഇരിക്കണ്ടേ, ബ്ലഡ് എന്ത് കൊണ്ടുവരും? ഗ്ലൂക്കോസ് കൊണ്ടുവരും. C6H12O6 എങ്ങനെയൊക്കെ ആദ്യം പോവാ? ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ സൈറ്റോപ്ലാസം. ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ സൈറ്റോപ്ലാസം. ദിസ് ഇസ് ഗോയിങ് ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു pyruvate. See, there are 6 carbons over here. Pyruvate ആയിട്ട് മാറി. Pyruvate. All right. Pyruvate is a 3 carbon compound. Pyruvate is a 3 carbon compound. So 2 molecules of pyruvate is formed. എവിടെയുള്ളത്? Pyruvate is also known as pyruvic acid. Pyruvate is also known as pyruvic acid. Pyruvate is also known as ഋതു. എല്ലാവരും ഉറക്കെ പറയാ. ഉറക്കെ പറയണം. ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ ക്ലാസ്. ചുമ്മാ സിനിമ കണ്ടോണ്ടിരിക്കരുത്. അപ്പൊ ലെക്ചർ നോട്ട് എഴുതണ കുട്ടികളെ, ഇൻ കേസ് യു ആർ നോട്ട് റിട്ടൺ. സോ പൈറുവേറ്റ്, സി ദിസ് ഇസ് ഗോയിങ് ടു ബി കോമൺ ഫോർ. ഇത് തന്നെയാണ് എയറോബിക് റെസ്പിറേഷൻ അനേറോബിക് റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. നൗ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇപ്പൊ എയറോബിക് റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇനി എന്താ സംഭവിക്കുക? ഈ പൈറുവേറ്റിനെ നമ്മള് മൈറ്റോകോൺഡ്രിയയിലേക്ക് കൊണ്ടുപോകും. പൈറുവേറ്റിനെ മൈറ്റോകോൺഡ്രിയ, ദിസ് ഇസ് എ മൈറ്റോകോൺഡ്രിയ. ഓൾറെഡി മൈറ്റോകോൺഡ്രിയയിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും.
ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? എനർജി ഉണ്ടാവും. കൂട്ടത്തിൽ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കൂട്ടത്തിൽ എന്തുണ്ടാവും? വാട്ടർ ഓൾസോ ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇസ് ഗോയിങ് ടു ഗോ ഇൻ ടു ദ ബ്ലഡ്. വാട്ടർ ഇസ് ഗോയിങ് ടു ഗോ ഇൻ ടു ദ ബ്ലഡ്. അതേസമയം അനേറോബിക് റെസ്പിറേഷൻ പല രീതിയിലാണ് നടക്കുക. പൈറുവേറ്റിനെ പല സ്ഥലത്താണ് നടക്കുക. സൈറ്റോപ്ലാസത്തിൽ തന്നെ നടക്കും. അതേപോലെ തന്നെ ചില ഓർഗനൽസിൽ ഓൾസോ നടക്കും പൈറുവേറ്റിനെ. അപ്പൊ അനേറോബിക് റെസ്പിറേഷനിൽ എന്താ നടക്കുക? സോ വിൽ സി anaerobic respiration. Pyruvate is going to get converted into pyruvate ന്റെ രണ്ട് കേസസ് ഉണ്ട്. ഈസ്റ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ if you see it is going to form ethanol. Ethanol is കള്ള്, ലിറ്ററൽ കള്ളിനെയാണ് നമ്മൾ എത്തനോൾ എന്ന് പറയുക. എത്തനോളിന്റെ ഫോർമുല is C2H5OH. ഈ OH എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് this is alcohol group. OH എന്ന് പറയുന്നത് is alcohol group. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ സാധനം. നിങ്ങൾക്ക് പോർഷൻ കട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. പോർഷൻ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ OH എന്ന് പറയുന്നത് ദിസ് ഇസ് OH ഗ്രൂപ്പ് ഇസ് നോൺ ആസ് എ ആൽക്കഹോൾ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഇതിന് എത്തനോൾ എന്ന് പേര് കിട്ടുന്നത്. പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് 2 ATP. Ladies and gentlemen, please see the ഗതികേട് 2 ATP. Whereas mitochondria is going to create 38 ATP. 38 ATP. എത്ര ഡിഫറൻസ് ഉണ്ട് നോക്കുക. Mitochondria 38 ATP and yeast is going to produce only 2 ATP. 2 ATP. Pyruvate yeast ന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അതേസമയം ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ലൈക്ക് ലെപ്പേർഡ് പോലത്തെ, ചീറ്റ പോലത്തെ ആനിമൽസിലൊക്കെ ഉണ്ടാവും ഇത്. ഓടുന്ന ആനിമൽസിലൊക്കെ ഉണ്ടാവും. മസിൽ സെൽസിലാണ് ഇത് നടക്കുക. അതെന്താ സംഭവിക്കുക? ലാക്ടിക് ആസിഡ് ഇസ് ഗോയിങ് ടു ഗെറ്റ് ഫോംഡ്. ലാക്ടിക് ആസിഡും വെറും 2 ATP, ഇതിലും 2 ATP is only going to be formed. Lactic acid is very poisonous. അത് കാരണം നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ആ പെയിൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഒബ്വിയസ്ലി വി ആർ ഗോയിങ് ടു ഹോൾഡ് ഇറ്റ്, വി ആർ ഗോയിങ് ടു മസാജ് ഇറ്റ് ബിക്കോസ് ഓഫ് അവർ റിഫ്ലെക്സ്. വി ആർ ഗോയിങ് ടു പുട്ട് സം ഹോട്ട് വാട്ടർ ഓൺ ഇറ്റ്, അല്ലെ, നമുക്ക് ആ പെയിൻ മാറാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം റിക്വയർഡ് ആണ് in order to remove that lactic acid. So pain is kind of a blessing in many ways. ഒരു അസുഖമുണ്ട്, that is ഒരു പെയിനും ആ ഒരു പെർട്ടിക്കുലർ അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അവർ അറിയില്ല. ഇറ്റ് ഇസ് ആക്ച്വലി വെരി ബാഡ് ഫോർ ദം. കാരണം ബോഡിക്ക് അവർക്ക് ഒരിക്കലും ബോഡിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇഫ് ദർ ഇസ് സംതിങ് റോങ് ഇൻസൈഡ് ദ ബോഡി വിൽ നോട്ട് ബി ഏബിൾ ടു ഐഡന്റിഫൈ. സോ ദർ ഇസ് എ കൈൻഡ് ഓഫ് ഡിസീസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിൽ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേക്കുന്നതാണ്. Now coming to aerobic respiration, anaerobic respiration വ്യത്യാസം ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് കണ്ടത്. ഓക്കെ, കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് aerobic respiration. anaerobic respiration പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ആണ്. ഒരു സ്ഥലത്ത് 38 ATP, മറ്റേ സ്ഥലത്ത് 2 ATP ആയിരിക്കും റിലീസ് ആവുന്നത്. എയറോബിക് റെസ്പിറേഷൻ എല്ലാ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും സെൽസിലും നടക്കും. ഇവിടെ അനേറോബിക് ബാക്ടീരിയ, ഈസ്റ്റ് പോലത്തെ സാധനങ്ങൾ, അതേപോലെ തന്നെ ഹ്യൂമൻ മസിൽ സെൽസിലാണ് ഇത് നടക്കുക. ഫോർമുല ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാൻ യു ഓൾ ഡു സംതിങ്? ഫോർമുല 2 പ്രാവശ്യം എഴുതാമോ? ഫോർമുല 2 പ്രാവശ്യം എഴുതിയേ, എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം ഒന്ന് കാണാതെ എഴുതി നോക്കിയേ. നമ്മൾ ഈ കഥയൊക്കെ കഴിഞ്ഞു. ഇനി റെസ്പിറേഷനെ പറ്റിയിട്ട് നമുക്കിനി മെയിൻലി ഇനി ബ്രീത്തിങ് റിലേറ്റഡ് ടോപ്പിക്കിലേക്കാണ് പോണേ. അപ്പൊ അതിന് മുമ്പ് ബ്രീത്തിങ് പറയുന്നതിന് മുമ്പ് പ്ലാന്റ്സിന്റെ കാര്യം നമുക്ക് സംസാരിക്കാണ്ട്, അമീബയുടെ കാര്യം സംസാരിക്കാണ്ട്, ഹ്യൂമൻസിന്റെ കാര്യം വേണം. ഏത് ലൈഫ് ഫോഴ്സസ് നോക്കിയാലും നിങ്ങൾ പ്ലാന്റ്സിന്റെ കാര്യവും സംസാരിക്കും, ഹ്യൂമൻസിന്റെ കാര്യം, അമീബയുടെ കാര്യം ഒക്കെ സംസാരിക്കും. ഓക്കെ, പ്ലാന്റ്സിന്റെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. പ്ലാന്റ്സിന്റെ റെസ്പിറേഷനില് ആരാണ് വേണ്ടത്? പ്ലാന്റ്സിന് ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, പ്ലാന്റ്സിന് റെസ്പിറേഷന് ഓക്സിജൻ ആണോ വേണ്ടത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് ഒരു ആൻസർ. ഓക്കെ, 2 വേണം എന്ന് ഒരു ആൻസർ. ഒരാൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് 2 വേണം. കാർബൺ ഡൈ ഓക്സൈഡ് വേണം. എത്ര പേര് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡ്. Okay, ladies and gentlemen, you have to perfectly understand, for respiration oxygen is required. For plants as well, for photosynthesis carbon dioxide is required.
ഫോട്ടോസിന്തസിസിനാണ് നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടത്. റെസ്പിറേഷൻ ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഓക്കെ, ഫോട്ടോസിന്തസിസ് വഴി ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഫിക്സ്ഡ് ആസ് ഗ്ലൂക്കോസ് C6H12O6. സി ഇവിടെ എനർജി റിലീസ് ആയിട്ടില്ല. നമ്മുടെ പ്ലാന്റ്സിന് എനർജി വേണ്ടട കുട്ടികളെ. അപ്പൊ C6H12O6 എടുത്തിട്ട് ഓക്സിജൻ എടുത്തിട്ട് this is going to release energy. As and when plant requires energy, it undergoes respiration. It does respiration. So daytime, what is going to happen? See, oxygen is required for plants as well. Alright, oxygen is required for plants as well for respiration. Plants respire ചെയ്യുന്ന ആൾക്കാരാണ്. Okay, അപ്പൊ plants also using oxygen. Oxygen ആവശ്യമുണ്ട്. Oxygen എടുക്കും and carbon dioxide release ചെയ്യും. Carbon dioxide release ചെയ്യും. Okay, അപ്പൊ ഇപ്പൊ നോക്കിക്കോ, ഓക്സിജൻ എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് നോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂക്ക് കുത്താനായിട്ട് ഒരു സ്ഥലമുണ്ട്. പക്ഷെ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. Plants perform respiration, all the plant parts are going to perform respiration. എല്ലാ ലീവ്സും ആ ലീലയിൽ ആയിരക്കണക്കിന് ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ, പ്രണവ കോട്ടോ ആയിട്ട് ഞാൻ കണ്ടു, ആയിരക്കണക്കിന് ലീവ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും ഇൻഡിവിജ്വലി ഓക്സിജൻ വലിച്ചെടുക്കുന്ന ആൾക്കാരാണ്. ഇൻഡിവിജ്വലി ഓക്സിജൻ വലിച്ചെടുക്കും. സോ ഓൾ പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ് are going to respire individually. അതേസമയം അനിമൽസ് എങ്ങനെയാ? ഋതു പറഞ്ഞ എങ്ങനെയാണ് ബ്രീത്തിങ് ചെയ്യുന്നത്? കൈ കൂടിയിട്ട് ഓക്സിജൻ കയറുമോ? കാലിൽ കൂടിയിട്ട് ഓക്സിജൻ കയറുമോ? കയറില്ല. മറിച്ച് ആസ് എ സിംഗിൾ യൂണിറ്റ് ത്രൂ യോർ സ്പെസിഫിക് ഓർഗൻ ഉണ്ട്. നമുക്ക് ലങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗൻ ഉണ്ട്. അതേസമയം പ്ലാന്റ്സ് റിസ്പയർ ത്രൂ ഓൾ ദ യൂണിറ്റ്സ്. ഓക്കെ, സോ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമില്ല. ബിക്കോസ് ഈ പറയുന്നത് പോലെ എല്ലാ ഭാഗത്തു നിന്ന് ഇവിടെ ഓക്സിജൻ കയറിണ്ട്, ഇവിടെ ഓക്സിജൻ കയറിണ്ട്, ഇവിടെ ഓക്സിജൻ കയറിണ്ട്, എല്ലാ റൂട്ട്സിലെ ഓക്സിജൻ കയറിണ്ട്. സോ സെപ്പറേറ്റ് ആയിട്ട് യു ഡോണ്ട് നീഡ് എ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. കഥ കേൾക്കരുത്, ലെക്ചർ നോട്ട് എഴുതണം. ഓക്കെ, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് സ്ലോ ആയിട്ട് നടന്നാൽ മതി. കാരണം ചേട്ടൻ എങ്ങോട്ടും പോകാൻ ധൃതിയില്ല. നിങ്ങളെ പോലെ കാലത്ത് എഴുതിയിട്ട് ബാഗും എടുത്തോണ്ട് സ്കൂളിൽ പോകണോ? പ്ലാന്റ്സിന് പോകണ്ട. എന്ത് സന്തോഷമുള്ള ജീവിതമാണ്. അവിടെ തന്നെ അങ്ങ് നിന്നിട്ട് പതുക്കെ ബ്രീത്തിങ് ചെയ്താൽ മതി, പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്താൽ മതി. വേറെ പണിയൊന്നുമില്ല. സ്ലോ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ആണ് അവർക്ക്. പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ എല്ലാ സെല്ലുകളിലേക്കും എങ്ങനെയാ എത്തണേ? വെറും ഡിഫ്യൂഷൻ വഴി. വെറും ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ ഓക്സിജൻ കൂടുതലാന്ന് വിചാരിച്ചു. ഇവിടെ ഒരു 3 ഓക്സിജൻ ഉണ്ട്. ഇവിടെ അതേസമയം ഒരു ഓക്സിജൻ ഉണ്ട്. തൊട്ടപ്പുറത്തെ സെല്ലാണ്. പതുക്കെ ഓക്സിജൻ is going to move from this cell to this cell, higher concentration to lower concentration. ഇതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. This process is known as diffusion. All right. So respiration in plants occur at slow rate, and every cell is going to get oxygen because of diffusion. Okay. അപ്പൊ എയർ റൂട്ടിന് എങ്ങനെയാ എയർ കിട്ടണേ? റൂട്ടിന് എങ്ങനെയാ എയർ കിട്ടണേ? നമുക്ക് ഇത് സോയിലാണ്. സോയിലിന്റെ ഉള്ളിലാണ് റൂട്ട് ഉണ്ടാവുക. ഈ സോയില് നമ്മൾ പറയില്ലേ, പ്ലാന്റ്സ് നടുന്നതിന് മുമ്പ് നല്ലോണം കിളക്കണം എന്ന് പറയില്ലേ? നല്ലോണം യു ഹാവ് ടു ടിൽ ദ ഗ്രൗണ്ട് അല്ലെ? നല്ലോണം so that we can make air holes. So that there is air supply inside the soil, because roots they use up the air from the soil. Earthworms ingane nodangi kerum, earthworms, so that air holes are created inside the soil. Avada ninnu farmer's friend, because there are air holes which are created. One of the reasons for us to call them as farmer's friend is that air holes are created. Avada ninnum air absorb cheyum. So root എങ്ങനെ എല്ലാവരും ലെക്ചർ നോട്ട് എഴുതണം. ഓക്കെ, എല്ലാവരും എഴുതണം. കഥ കേട്ടോണ്ടിരിക്കല്ലേ. റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഓക്കെ, സി റൂട്ട്. അപ്പൊ ഇതൊരു റൂട്ടാണെന്ന് വിചാരിച്ചോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂട്ടാണ്. അപ്പൊ ഈ റൂട്ടിന്റെ ഈ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു എപ്പിഡെർമൽ സെൽ. ദിസ് ഇസ് അനദർ എപ്പിഡെർമൽ സെൽ. ദിസ് ഇസ് അനദർ എപ്പിഡെർമൽ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. Now some epidermal cells are going to have extensions. Some epidermal cells, in fact, epidermal cells, they are going to have extensions, simple extensions. These extensions are known as root hairs. Root hairs. These are going to tremendously increase the surface area of the roots. Root hair vadiyana generally oxygen absorption നടക്കുന്നത്.
ആൻഡ് അവിടെ നിന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ബാക്കി സെൽസിലേക്ക് മൂവ് ചെയ്യും. Alright, this is regarding the roots. Now what about the, so ഇതാണ് റൂട്ടിന്റെ റൂട്ട് ഹെയർസ് എന്ന് പറയുന്ന സാധനം. ഓഫ് കോഴ്സ് ലീവ്സിൽ എങ്ങനെയാണ് നടക്കുക? ത്രൂ ദ സ്റ്റൊമാറ്റോ ഇറ്റ്സെൽഫ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണോ എടുക്കണേ അതേപോലെ സ്റ്റൊമാറ്റോ വഴി തന്നെയാണ് ലീവ്സിൽ നടക്കുക. അതേസമയം സ്റ്റെംസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെംസ് ഹാവ് സിമ്പിൾ ഓപ്പണിങ്സ്, കുഞ്ഞു കുഞ്ഞു ഓപ്പണിങ്സ് ഉണ്ട്. ഈ കാണുന്നതെല്ലാം കുഞ്ഞു ഓപ്പണിങ്സ് ആണ്. ദീസ് ഓപ്പണിങ്സ് ആർ നോൺ ആസ് lenticels. Lenticels, L-E-N, lenticels. Okay. അതേസമയം ഗ്രീൻ സ്റ്റെം ആണ് വിചാരിച്ചോ, ഗ്രീൻ സ്റ്റെം. ഓക്കെ, ഗ്രീൻ സ്റ്റെം, ഹെർബേഷ്യസ് സ്റ്റെം എന്നാ പറയാ. അതില് സ്റ്റൊമാറ്റോ ഉണ്ട്, ഉണ്ടാവും. അതേസമയം ബ്രൗൺ ആയിട്ടുള്ള തിക് സ്റ്റെം ആണെങ്കിലാണ് ലെന്റിസെൽസ് ഉണ്ടാവും. തിക് സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ they have lenticels. Okay, all right. So this is regarding plant ന്റെ ഇനിയുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതില് തന്നെ ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പ്ലാന്റിന് ഇപ്പൊ നമ്മളൊരു പോട്ടിൽ ഒരു പ്ലാന്റ് വെച്ചു, എന്നിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചു എന്ന് വിചാരിച്ചു. നല്ലോണം വാട്ടർ ലോഗിങ് വന്നു, വെള്ളം എന്നിട്ട് കെട്ടി നിൽക്കാൻ തുടങ്ങി എന്ന് വിചാരിച്ചു. ദാറ്റ് പ്ലാന്റ് ഇസ് ഗോയിങ് ടു ഡൈ. വൈ ഇസ് ഇറ്റ് ഗോയിങ് ടു ഡൈ? എങ്ങനെയാ മരിക്കണെന്ന് വെച്ചാൽ വാട്ടർ ലോഗ് ചെയ്യുമ്പോഴേക്കും സോയിലിന്റെ ഉള്ളിലത്തെ വെള്ളം മുഴുവനും പോകും. സോയിലിന്റെ ഉള്ളിലത്തെ ദിസ് ഇസ് ദ റൂട്ട് അല്ലെ, ഇവിടെ ഇങ്ങനെ റൂട്ട് ഉണ്ടാവും. പക്ഷെ ഇവിടെ കയറിട്ട്, സോ ദിസ് ഇസ് എ പോട്ട് എന്ന് വിചാരിച്ചോ, ഇവിടെ മുഴുവനും വെള്ളം കയറിയിട്ട്, അപ്പൊ ഇവിടെ സോയിലിന്റെ ഇടയിൽ മുഴുവനും വെള്ളം കയറിയിട്ട് ഓക്സിജൻ മുഴുവൻ പുറത്തേക്ക് പോകും. ഓക്സിജന്റെ എയർ മുഴുവനും പുറത്തേക്ക് പോകും. സോ നൗ there is no oxygen inside because everything is filled with water. അപ്പൊ എന്താ പറ്റുക? റൂട്ട് ഇസ് ഗോയിങ് ടു ഡു അനേറോബിക് റെസ്പിറേഷൻ. റൂട്ട് എന്നെ അനേറോബിക് റെസ്പിറേഷൻ അണ്ടർഗോ ചെയ്തിട്ട് ദിസ് ഇസ് ഗോയിങ് ടു ക്രിയേറ്റ് എത്തനോൾ. എത്തനോൾ ക്രിയേറ്റ് ചെയ്യും. Now this ethanol is going to kill the plant. This ethanol is going to kill the plant. Okay, ഇങ്ങനെയാണ് വാട്ടർ ലോഗിങ് കാരണം പ്ലാന്റ്സ് മരിക്കുന്നത്. അതേസമയം സ്റ്റെംസ് നമ്മൾ പറഞ്ഞു ഹെർബ്സിലൊക്കെയാണ്. ഗ്രീൻ കളർ ആണെങ്കിൽ സ്റ്റൊമാറ്റോ ഉണ്ട്, ഹാർഡ് ആൻഡ് വുഡി സ്റ്റെംസ് ആണെന്നുണ്ടെങ്കിൽ ലെന്റിസെൽസ് ഉണ്ട്. പ്രണവ് വീഡിയോ ഓൺ ചെയ്തിരിക്കുക, പ്രണവ് വീഡിയോ ഓൺ ചെയ്യുക. എല്ലാവരെയും നോക്കുന്നുണ്ട്. ദൈത്യ അഭിനവിന്റെ അടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട് എനിക്ക്. നല്ലോണം ഞാൻ ചീത്ത പറയും കേട്ടല്ലോ. ഇനി നിങ്ങളൊക്കെ കുറെ കാലായിട്ട് എന്റെ കൂടെ ഉള്ളതാണ്. ദൈത്യ വീഡിയോ ഓൺ ചെയ്തിരുന്നോ? ഓക്കെ ഓക്കെ. നൗ കമ്മിങ് ടു ലീവ്സ്, വി ഓൾറെഡി നോ സ്റ്റൊമാറ്റോ വഴിയാണ് നമ്മുടെ ഓക്സിജൻ കയറുന്നത് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ബാക്കിയുള്ള സെൽസിലേക്ക്, ഒരു സെല്ലിലേക്ക് സ്റ്റൊമാറ്റോ, ഇപ്പൊ സ്റ്റൊമാറ്റോ വഴി ഒരു സെല്ലിലേക്ക് കയറി എന്ന് വിചാരിച്ചു, തൊട്ടപ്പുറത്തെ സെല്ലിലേക്ക് എത്തുന്നത് ഇവിടെ ഓക്സിജൻ ഇവിടെ ഒരു സെല്ലില് ഇവിടെ ഓക്സിജൻ കയറി, തൊട്ടപ്പുറത്തെ സെല്ലിൽ എത്തുന്നത് ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് ഓഫ് ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഉള്ളിലേക്ക് കയറും. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഓൾസോ ഗോയിങ് ടു മൂവ് ഔട്ട് ത്രൂ സ്റ്റൊമാറ്റോ. റെസ്പിറേറ്റ്. അപ്പൊ ഇതില് ഇനി ഒരു കാര്യം എന്താ വെച്ചാൽ ഡേ ടൈമിൽ എന്താണ്, സൺ ഉണ്ട്. ഓക്കെ, സൺ ഇസ് ദേർ. Photosynthesis. Sun is there. All right, my son looks very like the coronavirus, no? But whatever it is, sun ഉണ്ട് എന്ന് വിചാരിച്ചോ. സൺ ഉള്ളപ്പോഴത്തേക്കും photosynthesis is going to happen. Photosynthesis is going to happen, and respiration is also going to happen. Now photosynthesis in a samayathe carbon dioxide is taken in, and oxygen is left out. Respiration in a samayathe oxygen is taken in and carbon dioxide is given out. All right. Photosynthesis in the rate is more during sun. Rate is high during daytime. Photosynthesis in it is കൂടുതൽ. So we say that oxygen കുറെ കൂടുതൽ പ്രൊഡ്യൂസ് ആയി. കുറെയൊക്കെ ഓക്സിജൻ റെസ്പിറേഷന് വേണ്ടിയിട്ട് പോകും. ഇന്റേർണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്റേർണലി തന്നെ ആൾക്കാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കും. ഇന്റേർണലി തന്നെ ഓക്സിജൻ കൊടുക്കും. പക്ഷേ വാട്ട് എവർ എക്സ്ട്രാ ഓക്സിജൻ ഇസ് there, that is left out, that is given out. All right. അതേസമയം നൈറ്റ് ടൈമിൽ എന്താണ്? No photosynthesis. Only respiration is going to happen. So what is going to happen? Oxygen is taken in and more carbon dioxide is left out. ആലിന്റെ താഴെ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് പറയും. ആൽമരത്തിന്റെ താഴെ അത്ത കാര്യം lot of carbon dioxide is produced. എന്താണ്? നമ്മുടെ ഫുൾ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും ശ്വസിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും ശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ആലിന്റെ താഴെ നമ്മൾ പോവാൻ പാടില്ല, രാത്രി ആകുമ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ട് പോവാൻ പാടില്ല
അവിടെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. So this is the story regarding plants. Okay. Now coming to respiration in animals. Respiration in animals. ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. It's a simple topic, no? You guys clear with this? എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയണ പിള്ളേരെ യെസ് ആണോ നോ ആണോ? Yes, yes. Ma'am, question. ക്വസ്റ്റ്യനാ നിങ്ങൾക്ക് മനസ്സിലായോന്ന്? Okay. സിദ്ധു മനസ്സിലായോടാ? പിന്നെ yes, ma'am. Abhinav. All right, now coming to the respiration in animals. Respiration in animals first obviously നമ്മുടെ ചക്കര അമീബയുണ്ട്. അമീബേനെ പഠിക്കാനുണ്ട്. ഒന്നുമില്ല. അമീബ എവിടെയുള്ളത്? വെള്ളത്തിലാണുള്ളത്. വാട്ടറിൽ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഈ ഡിസോൾഡ് ഓക്സിജൻ അമീബയുടെ ഉള്ളിൽ കയറും. അമീബ is all about diffusion, ladies and gentlemen. ചുമ്മാ diffusion വഴി ഓക്സിജൻ എല്ലായിടത്തേക്കും കിട്ടും. See, oxygen is going to come to amoeba by crossing this particular cell membrane. This is a cell membrane. Cell membrane cross ചെയ്തിട്ട് amoeba is going to get its oxygen. All right. പിന്നെ carbon dioxide ഉണ്ടായി കഴിഞ്ഞാൽ carbon dioxide again is going to diffuse out into the water. Amoeba, paramecium, planaria ഒക്കെ ഇതുവഴി തന്നെയാണ് റെസ്പിറേഷൻ നടക്കുക. ബോഡി സർഫസ് ഇസ് വെരി സ്മോൾ. സോ ചുമ്മാ ഡിഫ്യൂഷൻ വഴി തന്നെ കാര്യങ്ങളെല്ലാം അവർക്ക് സിമ്പിൾ ആയിട്ട് തീർക്കാൻ പറ്റും. Okay, now coming to multicellular animals. നമ്മുടെ ബോഡി ഒക്കെ ചക്ക ബോഡി, very huge body. So diffusion is not going to surface. നമുക്ക് ഈ പറയുന്നത് പോലെ ആരാണ് ലീവായത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു അറ്റത്ത് നിന്ന് നമ്മുടെ മൂക്ക് നിന്ന് കാല് വരെ ഡിഫ്യൂഷൻ വഴി എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു വർഷം എടുക്കും. സിമ്പിൾ ആയിട്ട് ഒന്നും ഇല്ലാണ്ട്, ഒരു റെസ്പിറേറ്ററി പിഗ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ഡിഫ്യൂഷൻ വഴി എത്തണമെങ്കിൽ ഒരു വർഷം എടുക്കും. So that is not going to be possible, right? അത് കാരണം we need a very complicated machinery and mechanisms for all these stuff to happen. Okay, multicellular organisms are going to have very complicated systems to make respiration happen. Now diffusion is insufficient because our body volume is very huge. അപ്പൊ നമുക്ക് ഡിഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെന്റ്സ് ഒന്നും മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Now aquatic animals നമ്മൾ നോക്കി വിചാരിച്ചു. aquatic animals എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെയും അറിയാവുന്ന? ഒക്ടോപസിനെ ആണോ അറിയാവുന്നേ? പിന്നെ ആരെയും അറിയാവുന്നേ? ഫിഷിനെ അറിയാം. എടാ പിള്ളേരെ എന്ത് തുറന്ന് പറഞ്ഞേ, നിങ്ങളെല്ലാം ഇൻവോൾവ് ആയില്ലെങ്കിൽ പിന്നെ സയൻസ് ക്ലാസ് ഭയങ്കര ബോറായിട്ടില്ല. മത്തീനെ അറിയാം. അയില ചൂര. എനിക്ക് ഈ ഇതിന്റെ പേരൊക്കെ അറിയാവുന്നത് തന്നെ മറ്റേ ബാൻഡ് കാരണം അയില, മത്തി, ചൂര, ചാള. ഓക്കെ, I am a pure vegetarian. I did not know all these names, but I really love that rock band, so I know the names. What do you know about matti, aila, chala, right? All Very those tasty. things. Yeah, very tasty. They are very tasty എന്നുള്ളതാണ് നിൽക്കട്ടെ. അതിന്റെ ജീവനുള്ള be empathetic and tell about what guilt. Okay, guilt. Oh, I thought you were guilty about eating. Okay, ശരി. Guilt അല്ല, എന്താണ് നമ്മൾ പറഞ്ഞോണ്ട്? അതിനേക്കാളും see, നിങ്ങൾ ഫിഷിനെ കാണുമ്പോഴത്തേക്കും what do you observe about their respiration? Gills കാണുമോ നിങ്ങൾ? ഗിൽസ് അല്ല നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് അതിങ്ങനെ വായ തുറന്നു അടച്ചിട്ട് എന്നെ തിന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ നിങ്ങൾ ഒബ്സർവ് ചെയ്യണേ, അല്ലെ? അപ്പൊ ഇങ്ങനെ വായ ഇങ്ങനെ തുറന്നു അടച്ചിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഹാപ്പനിങ് very fast. Okay, അപ്പൊ രണ്ട് കാരണം. ഒന്ന്, it is actually opening its mouth and closing. രണ്ടാമത്, it is happening very fast. അപ്പൊ why is it happening? Respiration rates of aquatic animals is pretty high. Why? Because obviously മറ്റേ ഞാൻ മീനിന് വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ കുളവും അല്ലടാ കുട്ടികളെ, മീൻ വരയ്ക്കണ്ടല്ലേ? Okay, I thought okay, എന്താണ്? Okay, something like fish. Okay, and say this is water. ഇവിടെ dissolved oxygen ആണുള്ളത്. So dissolved oxygen concentration is very less. Dissolved oxygen means oxygen concentration is very less. അതുകൊണ്ട് aquatic animals have to breathe at a faster rate than the terrestrial animals. നമുക്ക് oxygen concentration ഭയങ്കര കൂടുതലാണ്. For us terrestrial animals, oxygen concentration is very high, whereas in aquatic animals, dissolved oxygen ആണ്. വെള്ളത്തിൽ അലിയുന്ന ഓക്സിജനെ കിട്ടുള്ളൂ അവർക്ക്. സോ അവരുടെ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇസ് വെരി ലെസ്. അപ്പൊ ഭയങ്കരമായിട്ട് കുറേ ഫാസ്റ്റർ പറഞ്ഞിട്ട് അവർ ചെയ്തോണ്ടേയിരിക്കും ഭയങ്കര ഫാസ്റ്റർ റേറ്റില്. ലച്ചു എത്രാമത്തെ കോട്ടുവായ? തേർഡ് കോട്ടുവായ, റൈറ്റ്? ലച്ചുവിന് എന്തെങ്കിലും നല്ല ഫസ്റ്റ് കോട്ടുവായാണ്. ഓക്കെ, സോറി,
I thought I missed counting, you know. First photo. First photo ayano. Photo. Photo ya. Photo ya. Photo ya. Yawning. Okay. Yawning. Yawning. Okay. ഇന്ന് okay. ഇന്ന് ഒരു ഭയങ്കര ഫാസ്റ്റ് റേറ്റിലാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത് ബിക്കോസ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇസ് ലെസ്. Obviously fish has something known as the gills. Okay, വെള്ളം if it passes through the gills, ആ gills ആണ് ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്യണം, ഡിസോൾവ്ഡ് ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഈ ഓക്സിജൻ എങ്ങനെയൊക്കെ പോകും? സോ ദിസ് പെർട്ടിക്കുലർ ഫിഷ് ഇറ്റ് ഹാസ് ഗിൽസ്. ഈ ഗിൽസിൽ കൂടിയിട്ട് ഗിൽസിൽ എന്താ സംഭവിക്കുക? ഗിൽസിൽ കൂടിയിട്ട് ഓക്സിജൻ വാട്ടർ ഇസ് ഗോയിങ് ടു ഫ്ലോ. വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴേക്കും ഗിൽസിൽ നിന്നും ഓക്സിജൻ അബ്സോർബ് ചെയ്യും. ദിസ് ഓക്സിജൻ ഇസ് ഗോയിങ് ടു it will directly go into the blood. Blood is going to be oxygenated. Now this blood circulates it throughout the body. Lecture note എഴുതണം. Throughout the body യിൽ നിന്നും തിരിച്ച് okay, oxygen is supplied to the body, തിരിച്ച് carbon dioxide കൊടുക്കും. Now this blood is going to go back to the gills. ഈ gills വഴി carbon dioxide is eliminated to the water. Carbon dioxide is directly eliminated to the water. ഇത്രയുള്ള പ്രൊസീജിയർ. ഗിൽസിൽ കൂടിയിട്ട് വെള്ളം പോകും, വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ ഡയറക്ട്ലി ഗിൽസിലുള്ള ബ്ലഡിലേക്ക് പോകും. ആ ബ്ലഡ് വഴി ബോഡിയിലേക്ക് സർക്കുലേറ്റഡ് ആവും. ത്രൂ ഔട്ട് ദ ബോഡിയിൽ നിന്നുള്ള ഓക്സിജൻ, ഓരോ സെല്ലിൽ നിന്നുള്ള ഓക്സിജനും തിരിച്ചു ബ്ലഡിലേക്ക് പോകും. ആ ബ്ലഡ് ഗിൽസിലേക്ക് പോകും. ആ ഗിൽസിൽ നിന്ന് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വഴി എലിമിനേറ്റഡ് ആവും. ഇത്രേ ഉള്ളൂ. സോ ഗിൽസിന് ഡിസോൾവ്ഡ് ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കഴിവുള്ളൂ. ഗിൽസിന്റെ പ്രത്യേകത എന്താ? ഗിൽസിന് ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് കൻ നോട്ട് directly taking oxygen from the atmosphere. And fish doesn't have fish doesn't have lungs as well. So it is going to die off. പുറത്ത് വരുമ്പോഴേക്കും അത് ഡൈ ചെയ്യും. ഓക്കെ, അത് മരിക്കാൻ കാരണം അതാണ്. Now coming to the next one, ladies and gentlemen. ഇതാണ് നമ്മുടെ ഗില്ല്. ഈ ഗില്ലിലേക്ക് വെള്ളം കയറും. വെള്ളം ഇങ്ങനെ സർഫസിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ചുറ്റും കുറെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ആ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലേക്ക് ഓക്സിജൻ ആൻഡ് ബോഡിയിലേക്ക് പോയിട്ട് എല്ലായിടത്തും ഓക്സിജൻ കൊണ്ടേ കൊടുക്കും. അവിടെ ഡിഫ്യൂഷൻ വഴി, ഗിൽസിലെ ഡിഫ്യൂഷൻ വഴി തന്നെയാണ് നടക്കുന്നത്. ഫിഷിലെ ഗിൽസിലെ ഡിഫ്യൂഷൻ നടക്കും. ഓക്കെ, അഭിനവ് വീഡിയോ ഓൺ ചെയ്തിരിക്കോ? Alright, now coming to the earthworm. Earthworm is the next one. Alright, earthworm le എന്താ സംഭവിക്കുക? Earthworm le ഒന്നുമില്ല. Earthworm le it has ഒരു തിന്നായിട്ടുള്ള മോയിസ്റ്റ് സ്കിൻ ഉണ്ട്. എന്താണത്? തിന്നായിട്ടുള്ള മോയിസ്റ്റ് സ്കിൻ ഉണ്ട്. വഴിന്നുണ്ടാവും അല്ലെ earthwormന്റെ സ്കിന്ന്. ആ മോയിസ്റ്റ് സ്കിൻ വഴിയാണ് ഓക്സിജൻ എടുക്കണേ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കിടക്കണം. ഓക്കെ, ഇനിയാണ് അപ്പൊ ഇത്ര ഒരു മിനിറ്റ് എടുത്തിട്ട് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് ഇത്രയും നമ്മൾ എന്താ ചെയ്തത്? റൈറ്റ്, ലെക്ചർ നോട്ട് ഒന്ന് റിവൈസ് ചെയ്ത്. മോയിസ്റ്റ് സ്കിൻ വഴിയാണ് earthwormൽ നടക്കുക. Now coming to terrestrial organisms. Land people എങ്ങനെയാണ് നടക്കണേ? Land people, they have some adaptations for respiration. Okay, ഇവർക്ക് റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ടാവും. ഓക്കെ, കുറെ, അതായത് ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ് അങ്ങനത്തെ മാമൽസിനൊക്കെ റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ടാവും. റെസ്പിറേറ്ററി ഓർഗൻസിന് ചില പ്രത്യേകതകൾ ഉണ്ടാവും. Okay, they have some adaptations. First is they will have large surface area. Alright, അപ്പൊ ഇതിപ്പോ ഹ്യൂമൻസിന്റെ കേസിലെ റെസ്പിറേറ്ററി ഓർഗൻ ആരാണ്? ലങ്സ്. ഇതേപോലെ അപ്പൊ ലാർജ് സർഫസ് ഏരിയ എന്ന് പറയണത് എന്താ? ഇതാണ് നമ്മുടെ ലങ്സ് എന്ന് വിചാരിച്ചോ. ഇവിടെയാണ് ഇങ്ങനെ ബ്രോങ്കൈ കേറിയ അല്ലെ? ഇവിടെ ഇങ്ങനെ ബ്രോങ്കൈ കേറി ആണോ അല്ലയോ? ഈ ബ്രോങ്കൈ കേറിയിട്ട് this is going to divide, this is going to again divide and divide, അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ എങ്ങോട്ടേക്കാ പോയി നിൽക്കുക? അൾട്ടിമേറ്റ്ലി ലോട്ട് ഓഫ് alveoli. And this alveoli is going to tremendously increase the surface area. മനസ്സിലായോ? First adaptation is that respiratory organ is going to have tremendous surface area. Alveoli which is present inside the lungs. കാരണം ഇത്ര surface area നമ്മൾ ഈ റെസ്പിറേറ്ററി എന്താ പറയാ റെസ്പിറേഷൻ നടക്കുന്ന സ്ഥലത്തിന് കൊടുക്കുകയാണ് because of this alveoli. Okay, actual exchange of oxygen and carbon dioxide എവിടെയാ നടക്കണേ? ആൽവിയോളയിലാണ് നടക്കണേ. ആക്ച്വൽ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലം
alveoli to blood and blood to alveoli. So there are millions of alveoli in both the lungs, which is going to tremendously increase the surface area, which is the first adaptation. All right. Now coming to the second adaptation, ladies and gentlemen. What is the second adaptation? Second adaptation is that respiratory organ is going to have thin walls of exchange. Thin walls of exchange. Now, ഇത് എങ്ങനെയാണ് നമുക്ക് വരുന്നേ? നോക്കിക്കഴിഞ്ഞാൽ ആൽവിയോളൈക്ക് തിൻ വാൾ ആണ്, വളരെ തിൻ വാൾ ആണ്, തിൻ വാൾ ആണ്. മാത്രല്ല ആൽവിയോളയിൽ നിന്നും എങ്ങോട്ടേക്കാ പോണേ? ബ്ലഡ് വെസലിലേക്കാ പോണേ. ഈ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് 3 type of blood vessels ഉണ്ട്. അതിൽ ഏറ്റവും thinnest blood surrounded by capillaries are surrounded by capillaries, which again capillary, which again is thinnest. This is the thinnest of the all blood vessels. Thinnest blood vessels are. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? So respiratory organs are going to have thin walls. Okay, alveoli is going to have a thin wall, and alveoli ക്ക് ചുറ്റും ആരാണുള്ളത്? Capillary ആണുള്ളത്. ആ capillary is going to be the thinnest of the blood vessels. Blood കൂടെ ഒഴുകുന്നത് കുഴലിൽ കൂടിയിട്ടാണ്. അപ്പൊ ആ കുഴലിലെ ഏറ്റവും thin ആയിട്ടുള്ള കുഴലാണ് capillary എന്ന് പറയാം. So alveoli is surrounded by thinnest of the blood vessels as well. Now what is the third mechanism? There the third substance. alveoli thin wall. Alveoli has thin wall. അതേപോലെ alveoli ചുറ്റുള്ള blood vessels. Blood vessels ആരാണ് alveoli ചുറ്റുള്ളത്? Capillaries. Capillaries are also going to have very thin walls. Very thin walls. അപ്പൊ എക്സ്ചേഞ്ച് നടക്കാൻ നമ്മൾ ഭയങ്കര എന്താ പാറയുടെ എന്താ സർഫസ് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിജന്റെ കയറ്റാൻ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. That is not going to happen. അല്ലെ? It is not going to happen. So the surface of exchange should be very, very thin, so that easily exchange should happen. Alveoli thin walls are, blood vessels thin walls are, capillaries thin walls are. Now coming to the third adaptation. See, respiratory organ is placed deep inside the body. അല്ലെ? നിങ്ങളുടെ ശരീരത്തിന്റെ it is placed deep inside the body. If you see, it is placed very deep inside the body. This is somewhere lungs എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏതാണ്ട് നടുക്കായിട്ടാണ് വരിക. പക്ഷേ there is a mechanism to take oxygen from the air and bring it to the respiratory organ. Some kind of mechanism is provided in order to take the atmospheric air to the respiratory organ. Respiratory organ is placed even when it is placed deep inside the body. This particular mechanism is known as breathing. For human beings, this is breathing, and for many organisms, this is breathing. So there will be a mechanism for taking the atmospheric oxygen to the respiratory organ. The mechanism നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. And moreover, respiratory or ഈ പറയുന്ന oxygen എല്ലാം എടുത്തിട്ടുണ്ട്. See, this oxygen has to be carried throughout the body, അല്ലെ? അപ്പോ അതിനെ efficient ആയിട്ട് carry ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും respiratory pigment ഉണ്ടാവും. Respiratory pigment is going to improve the efficiency of transfer of this oxygen. Oxygen നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് respiratory pigments are going to help. Alright, കട്ടക്കിടലുമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഹ്യൂമൻ ബീങ്സിൽ എന്ത് റെസ്പിറേറ്ററി പിഗ്മെന്റ്സ് ഉള്ളത്? We have a respiratory pigment which is hemoglobin, which improves the efficiency of oxygen transport. ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഓക്സിജൻ നമുക്ക് എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. So these are the adaptations of the terrestrial organisms. ഒന്ന്, respiratory organ is going to have a tremendous surface area. Lungs alveoli ഉണ്ട്, അതുകൊണ്ട് surface area കൂടി. Respiratory organs are going to have thin walls of exchange. Alveoli thin walled ആണ്, അതിന് ചുറ്റുള്ള blood capillaries thin walled ആണ്. Respiratory organs are going to have rich blood supply, which is obviously provided by the blood capillaries. And എന്തെങ്കിലും നമ്മുടെ respiratory organ is deep inside the body, and some mechanism is going to be there to take the atmospheric oxygen to the respiratory organ. നമുക്കുള്ളത് അത് breathing ആണ്. അടുത്തത് എന്തെങ്കിലും respiratory pigment ഉണ്ടാവും in order to facilitate that, in order to increase the efficiency of oxygen transfer. Now coming to the mechanism of breathing, ഇതാണ് നമുക്ക് കുറച്ച് important ആയിട്ട് പഠിക്കേണ്ടത്. ഹ്യൂമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ obviously breathing is there, അതേപോലെ തന്നെ cellular respiration is there. Breathing എന്ന് പറയുന്നത് എന്താണ്? ഈ ഓക്സിജന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗനിലേക്ക് എത്തിക്കുക,
റെസ്പിറേറ്ററി ഓർഗനിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുക. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നതിന് we say that as exhalation and oxygen ഉള്ളിലേക്ക് എടുക്കുന്നതിന് we say that as inhalation. Now, what is the mechanism of breathing? Okay, lungs ആണ് organs of respiration എന്ന് നമുക്കറിയാം. ലെക്ചർ നോട്ട് ചെയ്തതാണ്. lungs ആണ് organ of respiration എന്ന് നമുക്കറിയാം. Alright, now എങ്ങനെയാണ് ബ്രീത്ത് നമ്മുടെ എയർ ലങ്സ് വരെ എത്തണേന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാ അത്? നോസ്ട്രിൽസ് ഉണ്ട്, നോസ്ട്രിൽസിൽ നിന്നും നേസൽ പാസേജ് ഉണ്ട്, അവിടെ നിന്നും വിങ് പൈപ്പ് വഴി ലങ്സിലേക്ക് എത്തും. ഇഫ് യു സീ ലങ്സ് എവിടെയാ ഇരിക്കണേ, എവിടെയാണ് പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കുക? ദാറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻസൈഡ് ചെസ്റ്റ് ക്യാവിറ്റി. അപ്പൊ ദിസ് ഇസ് എ ചെസ്റ്റ് ക്യാവിറ്റി. ഇതിന് ഈ നെഞ്ചും കൂടുന്ന് പറയില്ലേ? സോ ദിസ് ഇസ് റിബ്കേജ് ഉണ്ട്. റിബ്കേജിന്റെ അകത്ത് ribcage has a lot of muscles in between them. ഈ മസിൽസിന്റെ ഉള്ളിലായിട്ടാണ് ലങ്സ് ഉള്ളത്. സോ ദാറ്റ് ദിസ് ഇസ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, സോ ലങ്സ് എന്ന് പറയുന്നത് റിബ്കേജിന്റെ ഉള്ളിലാണ് ഉള്ളത്. ആ റിബ്കേജിന്റെ ഉള്ളിൽ ഇറ്റ് ഇസ് എ ക്യാവിറ്റി. ഓക്കെ, റിബ്കേജിന്റെ ഉള്ളില് ഇറ്റ് ഇസ് എ ക്യാവിറ്റി. ആ ക്യാവിറ്റിനെ പറയുന്ന പേരാണ് thoracic cavity. ഓൾറൈറ്റ്, ആ thoracic cavity ഉള്ളിലാണ് ലങ്സ് എയർ ടൈറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. എയർ ടൈറ്റ് ആയിട്ടാണ് ലങ്സിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? യെസ്, ഓക്കെ. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, thoracic cavityക്ക് എന്ത് ചേഞ്ച് വന്നാലും ദാറ്റ് ഇസ് ഗോയിങ് ടു ബി റിഫ്ലെക്റ്റഡ് ഇൻ ദ ലങ്സ്. thoracic cavityക്ക് എന്ത് ചേഞ്ച് വന്നാലും that is going to be reflected in the lungs. thoracic cavity തന്നെയാണ് നമ്മൾ ചെസ്റ്റ് ക്യാവിറ്റി എന്ന് പറയാ. ആ ഒരു ക്യാവിറ്റി മീൻസ് ഇറ്റ് ഇസ് ലൈക്ക് ഒരു ചുമ്മാ ഒരു കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഓട്ടേനെയാണ് നമ്മൾ ക്യാവിറ്റി എന്ന് പറയാം. കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ആയിട്ടുണ്ടാവും. സോ ആ ക്യാവിറ്റി എങ്ങനെ ഉണ്ടാവും? ഇറ്റ് ഇസ് ഷീറ്റ്. ഇത് റിബ്സ്, ദിസ് ഇസ് എ റിബ്കേജ്. ഓക്കെ, ഇത് റിബ്കേജ് ഉണ്ടാവും. ആൻഡ് ഈ റിബ്കേജിന്റെ ഇടയിൽ മുഴുവനും മസിൽസ് ഉണ്ടാവും. റിബ്സിന്റെ സ്റ്റേർണൽ മസിൽസ് എന്നാണ് പറയാം. മസിൽസ് ഉണ്ടാവും. ഓൾറൈറ്റ്, ആൻഡ് ഇതിന്റെ നടുക്ക് we have a very strong bone which is known as sternum. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, cavity is made up of sheet of muscles between the ribs. അതേപോലെ തന്നെ ഡൗൺ ബിലോ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ മുഴുവനും ഇറ്റ് ഇസ് വേക്കൻ. ഇതിന്റെ ഉള്ളിലാണ് ലങ്സ് ഉള്ളത്. ഡൗൺ എന്തുണ്ടാവും? Down we have a sheet which is known as diaphragm. Okay, very important for respiration. This is a curved sheet of muscle which is known as diaphragm. This is placed at the bottom. All right, itre okay ana? Now this cavity, ee cavity ne aanu, okay, diaphragm endana? It is a curved ആയിട്ടുള്ള മസിൽ ആണ്. ഇതിന്റെ ഉള്ളിലായിട്ടാണ് ലങ്സ് ഉണ്ടാവുക. ഇതിന്റെ ഉള്ളിലായിട്ട്. Diaphragm is a curved kind of muscle which is placed at the bottom of the thoracic cavity. Okay, ഈ ക്യാവിറ്റിയിലെ എന്ത് ചേഞ്ച് വന്നാലും, വോളിയം റിലേറ്റഡ് എന്ത് ചേഞ്ച് വന്നാലും അത് ലങ്സിനെ എഫക്ട് ചെയ്യും. Are you guys clear till this? ഈ പ്ലേസ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായോ? Yes, ഒന്നും കൂടി പറഞ്ഞു. ഒന്നും കൂടി നീ പറഞ്ഞു നോക്ക്, ഞാൻ കറക്റ്റ് ചെയ്തുതരാം. So breathe in ചെയ്യുമ്പോ guys, can you all try your breathe in? ഇവിടെ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഒന്ന് breathe in ചെയ്തേ. What is happening? നെഞ്ചിൽ കൈ വെച്ചിട്ട് ചെയ്തേ. What is happening to your rib cage? Contraction and relaxation. Oh yeah, contraction and relaxation എന്ന് പറയല്ലേ. Ribs are coming up, ribs are coming outwards and up. അല്ലേ? Ribs are coming outwards and upwards. പുറത്തേക്കാണ് വരുന്നത് അല്ലേ? അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. Ribs are coming out. Are you guys able to experience that? So breathe in ന്റെ കാര്യം നമ്മൾ പറയാൻ പോണേ. Breathe in ചെയ്യുമ്പോ ribs come out. Ribs are going to come up and out. All right. Now I want you to understand something. Okay. ഇപ്പൊ ഒരു ബലൂൺ ഉണ്ട് എന്ന് വിചാരിച്ചോ. ബലൂൺ. Okay, ബലൂണിനെ നമ്മൾ വീർപ്പിച്ചു. Okay, I'll tell you in other words. Okay, volume കൂടിയാൽ, volume if it is going to increase, pressure is going to decrease. Okay, now if pressure is going to hello
അപ്പൊ ഇപ്പൊ ഒരു ബലൂൺ ഉണ്ട് എന്ന് വിചാരിച്ചോ. ബലൂൺ ഇങ്ങനെ നിറച്ചു വെച്ചേക്കാണ്. Now it has some kind of volume. Now it has some kind of volume. ഞാൻ അതിനെ പ്രസ് ചെയ്താ is volume going to decrease? Is volume going to decrease? Yes or no? അറിയടാ പിള്ളേരെ. I'm not sure. എന്താടാ പിള്ളേരെ, കുറയില്ല. ഒരു വലിയ ബലൂൺ ഉണ്ട്. ആ കുറയില്ല. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഇസ് ഗോയിങ് ടു ഡിക്രീസ്. കാരണം വോളിയം കുറച്ചില്ലേ, നമ്മൾ പ്രസ് ചെയ്തില്ലേ. പക്ഷെ എയർ ഉണ്ടല്ലോ. വോളിയം ഇസ് ഗോയിങ് ടു ഡിക്രീസ്. വോളിയം ഡിക്രീസ് ചെയ്താൽ ഇതിന്റെ ഉള്ളിലെത്തി ആ പ്രഷർ കൂടുമ്പോഴാണ് ബലൂൺ പൊട്ടുന്നത്. ആ പ്രഷർ കൂടുമ്പോഴാണ് ബലൂൺ പൊട്ടുന്നത്. ഓക്കെ, നമ്മളൊരു ബലൂൺ വീർപ്പിച്ചു. there is a volume alright. പക്ഷെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എയറിന്റെ വോളിയം ചേഞ്ച് ചെയ്യാം. എയറിന്റെ വോളിയം ക്യാൻ ഓൾവേസ് ചേഞ്ച്. ഓക്കെ, പ്രസ് ചെയ്യുമ്പോൾ വോളിയം is going to decrease and pressure is going to increase. ഓക്കെ, വോളിയം കുറഞ്ഞ പ്രഷർ കൂടും. Are you guys clear with that? Yes. Now air always moves from high pressure to low pressure. This is very important. High pressure to low pressure. All right, idum clear aano? Okay, now breathe in cheyumbo so onnum koodi namukku nokkam. Volume increase cheyda pressure decrease cheyum. Volume decrease cheyda pressure increase cheyum. All right, now breathe in. Now air moves from high pressure to low pressure. ഇതാണ് ബേസിക്സ്. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എയർ have to move from എവിടെ തൊട്ട് എവിടെ വരെ? atmosphere to lungs. So this should be at high pressure. And lungs should be at low pressure. Is that fine? So lungs low pressure avadamengil volume of the lungs should be increased. Yes, volume increase cheyidale low pressure avudu. Volume increase cheyanengil thoracic cavity ide volume increase cheyanam. Thoracic cavity ide volume increase cheyda automatically lungs inde volume increase aagum. Lungs inde volume is going to increase. Lungs inde volume increase aaya lungs low pressure laayirikkum. Lungs low pressure aanennundengil atmosphere il ninnu automatically air is going to come to the lungs. Is that clear? Ivada vare? Is that clear? Yes. All right. Now thoracic volume engane increase cheyunnalladana question. That is what you are doing. Your ribs are moving up and outwards. Diaphragm endu cheyum? See, diaphragm was like this. Your rib was like this. Your ribs were like this. Your ribs are going to move out. Okay. Now appo kore volume increase. Diaphragm endu cheyunu parnita? Diaphragm is going to contract and move downwards. ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്ന ഡയഫ്രം it is going to go downwards, contract and move downwards. ഇവിടെ നമ്മൾ താഴെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്കും ഡയഫ്രം is going to go down. Ribs are going to move up and diaphragm is going to move down. അപ്പോൾ വോളിയം ഇൻ thoracic ക്യാവിറ്റിയുടെ വോളിയം ഇൻക്രീസ് ആയി. അപ്പൊ ലങ്സിന്റെ വോളിയം ഇൻക്രീസ് ആയി. അപ്പൊ ലങ്സിലെ ലോ പ്രഷർ വന്നു. അറ്റ്മോസ്ഫിയറിന്റെ ഹൈ പ്രഷറിൽ നിന്നും എയർ ഓട്ടോമാറ്റിക്കലി ലങ്സിന്റെ ഉള്ളിലേക്ക് ഫില്ലായി. ഒന്നും കൂടി നോക്കാം. ഓക്കെ, ബേസിക് കോൺസെപ്റ്റ് ഇസ് ദാറ്റ് വോളിയം ഇൻക്രീസ് ചെയ്താൽ പ്രഷർ ഡിക്രീസ് ചെയ്യും. വോളിയം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. എയർ ഓൾവേസ് മൂവ്സ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. ബ്രീത്ത് ഇൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്രീത്ത് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഹാസ് ടു മൂവ് ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലങ്സ്. അപ്പൊ എയർ ഹൈ പ്രഷറിലായിരിക്കണം, ലങ്സ് ലോ പ്രഷറിലായിരിക്കണം. ലങ്സ് ലോ പ്രഷറിൽ ആവണമെങ്കിൽ ലങ്സിന്റെ വോളിയം കൂടണം. ഹൈ വോളിയം ആയിരിക്കണം. ഹൈ വോളിയം എങ്ങനെ കൊണ്ടുവരണം? തൊറാസിക് വോളിയം കൂട്ടിയിട്ട്. തൊറാസിക് വോളിയം എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും? തൊറാസിക് വോളിയം കൂട്ടാനായിട്ട് റിബ്സിന്റെ ഇടയിലുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ഡയഫ്രോം കോൺട്രാക്ട് ചെയ്യും.
റിബ്സിന്റെ ഇടയിലുള്ള മസിൽസും കോൺട്രാക്ട് ചെയ്യും, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. റിബ്സിന്റെ ഇടയിലുള്ള, റിബ്സ് എന്ന് പറഞ്ഞാൽ നെഞ്ചുകൂടിന്റെ ഇടയിലുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ്കേജ് ഇസ് ഗോയിങ് ടു മൂവ് ഔട്ട്വേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്, ഔട്ട്വേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്. ശ്വസിച്ചു നോക്കി എങ്ങോട്ടാ വരുന്നത്? ഫ്രണ്ടിലേക്കാ വരുന്നത്, ഔട്ട്വേർഡ്സ് ആൻഡ് അപ്വേർഡ്സ്. Diaphragm is going to move down. Diaphragm is going to move down. All right. Upper volume is going to increase. Pressure is going to decrease. Atmosphere നിന്നും എയർ ഉള്ളിലേക്ക് കയറി. തനിയെ എഴുതി നോക്കിയേ ഇത്, തനിയെ എഴുതി നോക്കിയേ. സ്റ്റേ വിത്ത് മീ കുറച്ച് നേരം. ഒന്നുകൂടി റെക്കോർഡ് ചെയ്യണം. ഒന്നുകൂടി പറയാം. ലങ്സിൽ നിന്ന് ഇനി ബ്രീത്തിങ് ഔട്ട് ചെയ്യുമ്പോഴേക്ക് എന്താ ഉള്ളത്? ലങ്സിൽ നിന്നും പുറത്തേക്കാണ് എയർ പോണ്ടത്. സോ ലങ്സ് ഷുഡ് ബി അറ്റ് ഹൈ പ്രഷർ. വോളിയം ഒബ്വിയസ്ലി ഹൈ പ്രഷർ ആവണമെന്നുണ്ടെങ്കിൽ വോളിയം കുറയണം. വോളിയം കുറയാൻ എന്താ ചെയ്യേണ്ടത്? ഡയഫ്രം റിലാക്സ് ചെയ്യണം. ഡയഫ്രം റിലാക്സ് ചെയ്യുമ്പോൾ ഡയഫ്രം ഇസ് ഗോയിങ് ടു മൂവ് അപ്പ്. All right, muscles between the ribs have to relax. Then ribs are going to come down, which in turn is going to reduce your volume. Volume reduce cheyda, pressure increase cheyda. Pressure increase cheyda, air inside the lungs is going to be expanded. Air inside the lungs is going to have more of carbon dioxide. ഇനി കഴിഞ്ഞ ദിവസം പഠിച്ച അതേ സാധനം തന്നെ. Human respiratory system, if you see, എന്തൊക്കെയാണ്? It begins with nose, then nasal cavity. നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. Just going to revise. Nose ഉണ്ട്, nasal cavity ഉണ്ട്, അത് കഴിഞ്ഞിട്ട് pharynx ഉണ്ട്, pharynx കഴിഞ്ഞിട്ട് larynx, larynx കഴിഞ്ഞിട്ട് bronchi. Bronchi is divided into two bronchioles. Two bronchioles. Bronchioles is going to enter the lungs. ഓരോരോ ബ്രോങ്കൈന് മുമ്പേ ട്രക്കിയ ഇല്ല. ട്രക്കിയ ഉണ്ട്. ട്രക്കിയ കഴിഞ്ഞിട്ടാണ് ബ്രോങ്കൈ ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആണ്. ട്രക്കിയ is also known as windpipe. ട്രക്കിയയിൽ മുഴുവനും C shape cartilaginous rings ഉണ്ട്. Alright. See, അതേപോലെ തന്നെ if you see trachea, it has a lot of hairs. Hairs ഉണ്ട്, mucus cells ഉണ്ട്. This is going to trap the germs and dust materials. And ഈ hairs എന്ന് പറയുന്നത്, this is like അതെ, cilia. ഇതിനെ നമ്മുടെ cilia, small hair like extensions are there. ഇത് ഇങ്ങനെ തഴുകിയിട്ട് it is going to sweep all the dust particles outside. That is what is going to happen. But if you come to nasal cavity അതേപോലെ തന്നെ buccal cavity. Okay, buccal cavity is your mouth. മൗത്തിന്റെ ഉള്ളിലത്തെ ഓട്ടനെയാ buccal cavity എന്ന് പറയാം. നിങ്ങളുടെ മുകളിലത്തെ nasal cavityയും താഴത്തെ buccal cavity, മുകളിൽ നാക്ക് തൊട്ട് നോക്കിയേ, ആ സാധനത്തിന് ആ സാധനം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നാക്ക് മുകളിൽ തൊടുമ്പോഴത്തേക്കും that layer is there, no? That is going to separate your nasal cavity and your oral cavity. അതിനെയാണ് പാലറ്റ് എന്ന് പറയാം. അതിനെയാണ് ആ മുകളിൽ തട്ടുന്ന സാധനത്തിന് പാലറ്റ് എന്ന് പറയാം. ഓക്കെ, അതിന് ബോണി പാർട്ടും ഉണ്ട്, സോഫ്റ്റ് പാർട്ടും ഉണ്ട്. വിൽ നോട്ട് ഗോ ഇൻടു ഓൾ ദീസ് തിങ്സ്. ഈ പാലറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ശ്വസിക്കാൻ പറ്റുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും ആസിഡ് നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുന്നത്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ്. This nasal passage obviously നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഫൈൻ ഹെയർസും മ്യൂക്കസും ഉണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എയറിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാരിങ്സ് ഇസ് there. ഫാരിങ്സ് എന്ന് പറയുന്നത് ത്രോട്ടിന്റെയും മൗത്തിന്റെയും വിൻഡ് പൈപ്പ് എല്ലാത്തിന്റെയും ജംഗ്ഷൻ ആണ് ഫാരിങ്സ് എന്ന് പറയാം. ത്രോട്ട് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ ത്രോട്ട്. ഓക്കെ, മൗത്തിന്റെയും വിൻഡ് പൈപ്പിന്റെയും ആ ജംഗ്ഷൻ ഇസ് നോൺ ആസ് ദ ഫാരിങ്സ്. ഓക്കെ, ഈ ഫാരിങ്സിൽ കൂടിയിട്ടാണ് എയർ എങ്ങോട്ടേക്കാ പോണേ? ട്രക്കിയയിലേക്ക് പോണേ. Air is going to go into the trachea. This area is known as the pharynx. This particular area. ഈ ഭാഗത്തിനെയാണ് pharynx എന്ന് പറയാം. ഈ ഒരു ജംഗ്ഷനെയാണ് pharynx എന്ന് പറയാം. Air is going to go into the nasal cavity, after which pharynxലേക്ക് വരും. pharynxലേക്ക് വന്നിട്ട് ideally ഇത് cross over ചെയ്യും. Cross over to the trachea. ട്രക്കിയയും ഈസോഫാഗസും ഉണ്ടല്ലേ. ഇതിൽ ഫ്രണ്ടിലുള്ളത് ട്രക്കിയാണ്. ബാക്ക് സൈഡിലാണ് esophagus ഉള്ളത്. So it is going to cross over to the trachea. All right. Okay. Now coming to trachea. Trachea is also known as a windpipe. It is supported by C-shaped cartilaginous rings എന്ന് പറഞ്ഞു. ആ C-shaped cartilaginous ring അത് കൊളാപ്സ് ആവാതിരിക്കാനാണ്. അത് നമ്മൾ പറഞ്ഞതാണ്. Trachea runs down the neck and after which it divides into two. ആ രണ്ട് ട്യൂബും നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് കയറും. അതിനെയാണ് നമ്മൾ ബ്രോങ്കൈ എന്ന് പറയാ. And each bronchi is further going to divide and ultimately enter into alveoli. ഈ alveoli ആണ് correct surface area നമുക്ക് തരുന്നത്. All right, lungs it is present in the thoracic cavity എന്ന് പറഞ്ഞു. രണ്ട് ബ്രോങ്കൈയും രണ്ട് ലങ്സിലേക്ക് കയറുക എന്നുള്ളത് പറഞ്ഞു. And lungs are going to be covered by two layered membrane.
two layered membrane. ഇത് നമ്മൾ പഠിച്ചില്ല. രണ്ട് layers ഉണ്ടാവും to which protects the lungs. ഈ രണ്ട് layers of membrane നമ്മൾ pleura പറയും. pleura. Okay, രണ്ട് layers-ന്റെ ഇടയിൽ ഒരു fluid കൂടി ഉണ്ടാവും. Double lecture note എഴുതുക. Pleural membrane. അതിന്റെ ഇടയിൽ pleural fluid is there in order to avoid friction. Pleural fluid is also there. So lungs are covered by two layered membrane which is known as pleura, and pleura രണ്ട് layers in the ഇടയിൽ, this particular layer and this particular layer in the ഇടയിൽ there is known as pleural fluid is also there to reduce the friction. ഈ bronchi രണ്ടായിട്ട് divide ചെയ്തിട്ട് lungs-ന്റെ ഉള്ളിൽ കയറും and splits into many small tubules which are known as bronchioles. Our smallest bronchiole is going to end in alveoli എന്ന് നമ്മൾ പറയും. Alveoli എന്ന് പറയുന്നത് thin air sacs ആണ്. These thin air sacs മുന്തിരിങ്ങ കൊല പോലെ ഉണ്ടാവും. Thin air sacs which are there inside the lungs. Alveoli walls obviously are going to be very, very thin. They are going to be completely surrounded by the blood capillaries. Blood capillaries which is surrounded ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. Alright, millions of alveoli is going to be present inside the lungs. എന്നും നമ്മൾ already പറഞ്ഞു. Alright, this is going to be the path through which air moves. ഇത് നമ്മൾ കുറേ തവണ കണ്ടതാണ്. Coming to രണ്ട് topic, very simple topic. We'll finish that off as well. നന്നായിട്ട് ഒന്ന് എക്സേൽ ചെയ്ത എല്ലാവരും. ഫുള്ളി എക്സേൽ ചെയ്യും. ഫുള്ളായിട്ട് എക്സേൽ ചെയ്യാൻ be there. Empty breath. Are you able to stay like that at least for some time? Yes, teacher. Yes. Appo full breathe out കഴിഞ്ഞാൽ പോലും after exhalation, full breathe out എന്നല്ല, even after exhalation there is some amount of air which is still present inside the lungs because of which you are able to survive. അല്ലേ? അതിനെയാണ് നമ്മൾ residual volume എന്ന് പറയാം. Even after exhalation some air is still present inside the lungs. Okay, air. This extra volume, that volume of air which is present inside the lungs, even after exhalation. That's residual volume. Now, breathe out, you are not actually taking in oxygen, right? You're not taking in oxygen. Breathe out, breathe in, survive. Surya and Shivan ഒരേ റൂമിലല്ലേ ഇരിക്കുന്നത് നിങ്ങൾ? അല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് പാസ് ചെയ്തിട്ട് when you are smiling, I am kind of getting very disturbed. So I think you have to take care, or if you still can't do that, I'll ping somebody else. All right? Yeah. Teacher, leave ചെയ്തോട്ടെ? ഇല്ല, ഇപ്പൊ കഴിയും. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഇപ്പൊ കഴിയും. ഒരു 2 മിനിറ്റിന്റെ കാര്യമുള്ളൂ. So even after അപ്പൊ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ആ ഗ്യാപ്പില് ആ റെസിഡ്യുവൽ വോള്യൂം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. സോ ബിക്കോസ് ഓഫ് റെസിഡ്യുവൽ വോള്യൂം ദർ ഇസ് സഫിഷ്യന്റ് ടൈം ഫോർ ഓക്സിജൻ ടു ബി ടേക്കൺ ഇൻ ആൻഡ് ആൻഡ് ഈ പറയുന്ന പോലെ ലങ്സിൽ ഡിഫ്യൂഷൻ നടക്കാനുള്ള സമയം ഇറ്റ് ഇസ് പ്രൊവൈഡഡ് ബൈ ദ റെസിഡ്യുവൽ വോള്യൂം. ഇനി റേറ്റ് ഓഫ് ബ്രീത്തിങ് ഓഫ് കോഴ്സ് നമുക്ക് ഒരു മിനിറ്റിൽ ഏതാണ്ട് 15 to 18 ടൈംസ് ആണ് നമ്മൾ ബ്രീത്തിങ് റേറ്റ് ചെയ്യണേ. Breathing എടുക്കുന്നത് 15 to 18 times, and generally physical exercise ചെയ്യുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇത് കൂടും. ആൻഡ് നമ്മൾ പറഞ്ഞു we all have respiratory pigments. നമുക്കുള്ളത് ഹീമോഗ്ലോബിൻ ആണ്. നമ്മുടെ റെസ്പിറേറ്ററി ബ്ലഡില് we have hemoglobin. Hemoglobin is an iron containing pigment. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ hemoglobin gets converted into oxyhemoglobin. All right, oxyhemoglobin. അപ്പൊ ഹീമോഗ്ലോബിൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഹീമോഗ്ലോബിൻ ഒക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ we feel anemic ഉണ്ടാവും. ഓക്സിജൻ പ്രോപ്പർലി കിട്ടില്ല നമ്മുടെ ശരീരത്തിന്. പെൺകുട്ടികൾക്ക് ഇത് ഭയങ്കര കൂടുതലാണ് ഈ അസുഖം. ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ we become anemic and ഭയങ്കര tiredness and physically ഭയങ്കര വീക്ക് ആയിരിക്കും because sufficient oxygen is not supplied to your body. Okay, അപ്പൊ ഹീമോഗ്ലോബിൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുന്ന അയൺ റിച്ച് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര എസെൻഷ്യൽ ആണ്. Now the last topic is, ഇത് മനസ്സിലായോ ഹീമോഗ്ലോബിന്റെ കഥ? Okay, now coming to carbon monoxide poisoning, very important. ഈ ഇടയ്ക്ക് തന്നെ നേപ്പാളിൽ there was an instance wherein ഒരു family was lying
ഇൻസൈഡ് ഒരു റൂമിനകത്ത് ഹീറ്ററുള്ള മുറിയാണ്, അടച്ചിട്ടേക്കണ മുറിയായിരുന്നു. എല്ലാവരും മരിച്ചു, ആ ഫാമിലിയിലെ എല്ലാവരും മരിച്ചു ബിക്കോസ് ഓഫ് കാർബൺ മോണോക്സൈഡ് പോയിസൺ. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ്, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫ്യൂവൽ ഉണ്ടെന്ന് വിചാരിച്ചു, കാർബൺ. ഈ കാർബൺ സഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് നടക്കും. സഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഇല്ല എന്ന് വിചാരിച്ചു, ഇറ്റ് ഈസ് ഗോയിങ് ടു ഫോം കാർബൺ മോണോക്സൈഡ്. Now what is going to happen if you are actually taking in carbon monoxide? Carbon monoxide your hemoglobin loves carbon dioxide. Hemoglobin loves carbon monoxide. Oxygen and carbon monoxide and hemoglobin hemoglobin is going to go with carbon monoxide. Carbon monoxide is going to attack hemoglobin and it is never going to leave it. Okay. ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും കൂടി ഒന്നിച്ചിട്ട് ഓക്സിജന്റെ ഹീമോഗ്ലോബിനുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നൗ ഓൾ ദ ഹീമോഗ്ലോബിൻ ഗെറ്റ്സ് യൂസ്ഡ് അപ്പ് ആൻഡ് യുവർ ബോഡി ഈസ് ഡിവോയ്ഡ് ഓഫ് ഓക്സിജൻ. മനസ്സിലായി? ഹീമോഗ്ലോബിൻ ഇല്ല ഓക്സിജൻ കൊണ്ടുപോകാനായിട്ട്. ദിസ് സിറ്റുവേഷൻ ഇസ് നോൺ ആസ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. ഓക്കെ. മറ്റേ ഒരു പെൺകുട്ടി മറ്റേ ഇതിന്റെ ഉള്ളില് എന്തായിരുന്നു അതിന്റെ പേര്, മറ്റേ ചിക്കൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നതിന്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, ഹെലനില് മറ്റേ കത്തിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഷീ വാസ് ആക്ച്വലി കഫിങ്. അങ്ങനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് കൂടുതൽ വന്നിട്ട്, കുറെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് കൂടുതൽ വന്നിട്ട് മരിക്കാൻ ഭയങ്കര പോസിബിലിറ്റിയാണ്. ദാറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ് പോയിസൺ. ഇൻസഫിഷ്യന്റ് എയറിൽ കത്തുമ്പോഴത്തേക്ക് കാർബൺ മോണോക്സൈഡ് ആണ് ജനറേറ്റ് ആവണേ. കാർബൺ മോണോക്സൈഡുമായിട്ട് ഭയങ്കര അഫിനിറ്റിയാണ് ഹീമോഗ്ലോബിൻ. കാർബൺ മോണോക്സൈഡ് ഇസ് ഗോയിങ് ടു ബൈൻഡ് വെരി സ്ട്രോങ്ലി വിത്ത് ഹീമോഗ്ലോബിൻ. അങ്ങനെ ഓക്സിജൻ ക്യാരി ചെയ്യാൻ വിടില്ല, ഓക്സിജൻ ബ്രെയിനിലേക്ക് ഒന്നും പോയില്ല. ആൻഡ് അൾട്ടിമേറ്റ്ലി ദേ ബിക്കം അൺകോൺഷ്യസ് ആൻഡ് ഈവൻ ഡൈ ഡ്യൂ ടു കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. ഓക്കെ. പെട്രോൾ എഞ്ചിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കും. കോളിന്റെ ഇൻസഫിഷ്യന്റ് ബേണിംഗ് also leads to carbon monoxide. Yes, we are done with respiration. All right. Okay. Pinne alkari leave. Okay, no problem.